പ്രിയ കൂട്ടുകാരെ, അടിമാലിയിൽ നിന്നും എറണാകുളത്തേക്കുള്ള എൻ്റെ യാത്രക്കിടയിൽ കോതമംഗലത്തിനും മൂവാറ്റുപുഴയ്ക്കുമിടയിൽ പുതുപ്പാടി എന്ന പ്രദേശത്തെത്തിയപ്പോൾ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എങ്കിൽ ഒരു ചായ കുടിക്കാം എന്ന് കരുതി ഞാൻ വണ്ടിയെല്ലാം ഒതുക്കി കടയിലേക്ക് ചെന്നു. കടയ്ക്കുള്ളിലും പുറത്തും വച്ചിരിക്കുന്ന ഓരോ ബോർഡ് വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തി. വിശക്കുന്നവർക്ക് പണമില്ലെങ്കിലും സൗജന്യ ഭക്ഷണം, ഇതാണ് ആ ബോർഡിലെ ഉള്ളടക്കം. ആ കടയുടമയുടെ മുഖത്തേക്ക് ഞാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ മനുഷ്യൻ്റെ മുഖത്ത് വലിയൊരു നിരാശ നിഴലിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഇതെന്താണ് ഇത്തരത്തിലൊരു ബോർഡ് എന്നുള്ള എൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി. ഇക്കടെ പേരിനേക്കാ എൻ്റെ ഒരു അഷ്റഫ്. ഇതെന്നെ ഇങ്ങനെ ബോർഡ് വയ്ക്കാൻ കാരണം? ഇത് കാശില്ലാത്തവർ കഴിച്ചിട്ട് നോക്കട്ടെ. അപ്പോൾ ചോദിക്കണ്ടല്ലോ നമ്മളവിടെ. പൈസ ഇല്ലയെന്നും പറയണ്ട, പൈസ ഇല്ല അല്ലെങ്കിൽ പിന്നെ തരാം എന്നൊന്നും പറയണ്ടല്ലോ. ഇതാകുമ്പം ഏറ്റവും എളുപ്പം അതല്ലേ. അതെയോ? എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പോൾ 5 വർഷങ്ങളായി. 5 വർഷമായി. ഇവിടെ വിശക്കുന്നവരങ്ങനെ വന്ന് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടമായി വരുന്നുണ്ട്. ഇന്നും ഒരാൾ വന്നിട്ട് പോയതാണ്. അതെയോ? എന്തായാലും ഇക്കായുടെ പേരെന്നാ? എൻ്റെ പേര് അഷ്റഫ്. അഷറഫാണ് ഇക്കായുടെ ഈ നല്ല മനസ്സിനെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ കടയുടെ പൂർണ്ണരൂപം നമുക്ക് പുറത്തുനിന്ന് ഒന്ന് കാണുകയും ഈ കടയെപ്പറ്റിയും അല്ലെങ്കിൽ ഈ അഷറഫിക്കായെപ്പറ്റിയും മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയുകയും ചെയ്യാം. നിറയെ കഷ്ടപ്പാടുകൾക്കുള്ളിലേ ഇത്രയും നല്ലൊരു ചായക്കും കടികൾക്കൊക്കെ വില കുറച്ച് വെക്കുന്നല്ലേ, അത് തന്നെ ഒരു വലിയ മനസ്സാണ്. കട കഷ്ടപ്പാടല്ല നോക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. 3 പേരെയും വിവാഹം കഴിച്ചയച്ചു. നല്ലൊരു വീടില്ലാതിരുന്ന അഷറഫിക്ക നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സംഘടനകളുടെയും എല്ലാം സഹായത്താൽ വീട് പണി ആരംഭിച്ചു. വീട് പണി പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിഡ്നി രോഗം ബാധിച്ചു. ഇപ്പോൾ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇതുവരെ ഒരു വലങ്കൈയായി കൂടെ നിന്നിരുന്ന ഭാര്യ രോഗിയായി മാറിയിട്ടും നിരാശനാകാതെ ഒരു ചെറുപ്പക്കാരൻ്റെ ഊർജ്ജസ്വലതയോടെ ഭാര്യയെ പരിചരിക്കുകയും ചികിത്സിക്കുകയും അതോടൊപ്പം ഇതുപോലൊരു കട മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന അഷറഫിക്കായ്ക്ക് ഇരിക്കട്ടെ എൻ്റെ വക ഒരു കുതിരപ്പവൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.